കേരളത്തിലെ ഗോത്ര പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാചീനമായ ഒരു തനത് സംസ്കാരമുണ്ട്. ആടലും പാടലും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന വളരെ ഏറെ സവിശേഷതകളുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് പുള്ളുവൻ പാട്ട്. സർപ്പക്കാവുകളുമായി ബന്ധപ്പെട്ട ഈ ആരാധനാ രീതി നാമാവശേഷമായി കൊണ്ടിരിക്കുന്നു. ഇതിന് യഥാവധി അനുഷ്ഠിക്കാൻ കഴിവുള്ള വിരലിലെണ്ണാവുന്നവർ മാത്രമേ കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ളൂ. പുള്ളുവൻ പാട്ട് എന്ന അനുഷ്ഠാന കലയെ ഹൃദയത്തിൽ ആവാഹിച്ച പ്രശസ്ത കലാകാരൻ രൂപേഷ് പുള്ളുവനാണ് വിളയിൽ നാഗത്താൻ കോട്ടയിൽ വെച്ച് പുള്ളുവൻ പാട്ട് നടത്താനെത്തുന്നത്. ഒക്ടോബർ 5 ശനിയാഴ്ച വൈകുന്നേരം മുതലാണ് ഈ നാഗാരാധന യജ്ഞം നടക്കുന്നത്. ദേവനാഗങ്ങളെ അനുഗ്രഹങ്ങൾ തേടാനും സർപ്പദോഷങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നവർക്ക് അതിൽ നിന്നും മുക്തി നേടാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും മാറാരോഗശാന്തിക്കും സന്താന ദോഷ നിവാരണത്തിനും സകല ഐശ്വര്യങ്ങൾക്കും നാഗപ്രീതിക്കും വേണ്ടിയാണ് ഈ മഹായജ്ഞമെന്ന് ഭക്തജനങ്ങൾ പറയുന്നു. അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്ര സങ്കേതമാണിത്. 1600 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തില് കാലാകാലങ്ങളായിട്ട് കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിച്ചു പോന്നിട്ടുള്ളതാണ്. കുറച്ചു കാലം ഈ ക്ഷേത്രം ക്ഷയോന്മുഖമായ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു മഹാക്ഷേത്രത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിന്റെ ആ ഘട്ടത്തിലാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടത്തിയപ്പോൾ അതിൻ്റെയൊക്കെ പരിഹാരക്രിയ എന്ന നിലയ്ക്ക് കുറേ കർമ്മങ്ങൾ ചെയ്തു. അതിലുള്ള ഒന്നായിരുന്നു ക്ഷേത്രത്തിലെ നാഗത്താൻ കോട്ട വേണ്ട രൂപത്തിൽ പരിപാലിക്കുകയും അവിടെ ഒരു കൊല്ലത്തിലൊരിക്കലെങ്കിലും പുള്ളുവൻപാട്ട് നടത്തുക എന്നുള്ള ഒരു ദേവവിധി ഉണ്ടായി. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒക്ടോബർ 5-ാം തീയതി ഈ ക്ഷേത്രത്തിൽ ഈ തട്ടകത്തെ എല്ലാ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു യജ്ഞം, നാഗ ആരാധന യജ്ഞം പുള്ളുവൻപാട്ട് നടത്തുകയാണ്. പാലക്കാട് മണ്ണൂരിലുള്ള രൂപേഷ് പുള്ളുവനാണ് പുള്ളുവൻപാട്ട് നടത്തുന്നത്. അപ്പം അന്ന് ധാരാളം വഴിപാടുകൾ നടത്താനുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശംഖചക്രഭയ വരദഹസ്തയുടെ അപൂർവ പ്രതിഷ്ഠയുള്ള ഏറനാട്ടിലെ പ്രസിദ്ധമായ വട്ടശ്രീകോലുള്ള ദേവീക്ഷേത്രം, 18 കാവുകളിലെ അരക്കാവായ കരിങ്കാളി ക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. മഹാഗുരുതി പൂജയും അമാവാസിക്ക് തർപ്പണഗുരുതിയും ഇവിടെ പ്രധാനം. എല്ലാ ഭരണിനാളിലും 21 ഇളനീർ കൊണ്ട് വലിയ കരിങ്കുരുതിയും നടത്തുന്നു. കരിങ്കാളിയമ്മയ്ക്ക് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കുള്ള വിശേഷ വഴിപാടുകളാണ് ഇവയെല്ലാം. 1600 വർഷത്തെ പഴക്കമുള്ള വിളയിൽ ഭഗവതി വിളിച്ചാൽ വിളി കേൾക്കുമെന്നാണ് ഭക്തജനങ്ങളുടെ സാക്ഷ്യം. ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള ആൽവൃക്ഷം ഈ സങ്കേതത്തിന്റെ പഴക്കം വിളിച്ചോതുന്നു. അഷ്ടനാഗക്കളം വരച്ച് നാഗത്താൻ കോട്ടയിൽ നിന്നും താലപ്പൊലിയുടെ അകമ്പടിയിൽ നാഗങ്ങളെ ആനയിച്ചിരുത്തി പാട്ടുപാടി പ്രകീർത്തിച്ച് നടത്തുന്ന യാഗസമാനമായ കർമ്മമാണ് പുള്ളുവൻ പാട്ട് മഹായജ്ഞത്തിലൂടെ നടക്കുന്നത്. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.